സിൽവർ ലൈൻ പദ്ധതി കോൺക്രീറ്റ് തൂണുകൾ ഓർമ്മയായി. LDF കൊണ്ടുവന്ന സിൽവർ ലൈൻ പദ്ധതി പുതിയ UDF സർക്കാർ റദ്ദാക്കിയതോടെയാണ് വിവിധ പ്രദേശങ്ങളിൽ ഇറക്കിയ മഞ്ഞക്കുറ്റികൾ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് തള്ളപ്പെടുന്നത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട മേഖലയിലെ വിവിധയിടങ്ങളിൽ സ്ഥാപിച്ച കോൺക്രീറ്റ് മഞ്ഞക്കുറ്റികൾ നീക്കം ചെയ്യാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകിയെങ്കിലും 4 വർഷങ്ങളായി കടവല്ലൂർ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ ഇറക്കിയ കോൺക്രീറ്റ് തൂണുകൾ ഇപ്പോഴും കളിസ്ഥലത്തിന് തടസ്സമായി കൂട്ടിയിട്ട നിലയിലാണ്. ഇതിനിടയിൽ നിരവധി പ്രതിഷേധങ്ങളും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ നടത്തിയിരുന്നുവെങ്കിലും പരിഹാരമായില്ല. പിണറായി സർക്കാരിന്റെ അഭിമാന പദ്ധതിയായി കൊണ്ടുവന്നതാണ് തിരുവനന്തപുരം കാസർകോട് സെമി ഹൈസ്പീഡ് റെയിൽവേക്കായുള്ള സിൽവർ ലൈൻ പദ്ധതി. എന്നാൽ വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളുമാണ് LDF സർക്കാരിന്റെ കാലത്ത് നടന്നത്. പരിസ്ഥിതിയാഘാതവും അപ്രായോഗികതയും ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം. പലർക്കും വീട് നഷ്ടപ്പെടുന്ന ആശങ്ക വലിയ ഭീതിയായി മാറുകയും സ്ഥലത്തിന്റെയും വീടിന്റെയും വില കുറഞ്ഞതോടെ വലിയ മാനസിക പ്രയാസങ്ങളിലേക്ക് മാറുകയും ചെയ്തിരുന്നു. അധികാരത്തിലെത്തിയാൽ പദ്ധതി റദ്ദാക്കുമെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് UDF പ്രഖ്യാപനം. അധികാരത്തിലെത്തി 2ാം മന്ത്രിസഭാ യോഗത്തിൽ തന്നെ പദ്ധതി റദ്ദാക്കിയതോടെ കേരളത്തിന്റെ വിവിധയിടങ്ങളിൽ വലിയ തുക ചെലവാക്കി ഇറക്കിയ കോൺക്രീറ്റ് തൂണുകൾ നോക്കുകുത്തികളായി മാറി.